നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളം തെരഞ്ഞെടുപ്പ് ചൂടിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരവും ഉപയോഗവും നടക്കുന്നത് കേരളത്തിലാണെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഗുരുവായൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമാണ് ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെച്ച രേഖയുടെ അടിസ്ഥാനത്തിലാണ് താനിത് പറയുന്നത്. ഗുജറാത്ത് കടലിടുക്ക് വഴി മയക്കുമരുന്ന് കേരള തീരത്തെത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നിട്ടും തടയിടാൻ സർക്കാരിന് കഴിഞ്ഞില്ല. കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ സർക്കാർ തകർത്തെറിഞ്ഞു. കാർഷിക മലയോര മേഖല തകർന്നു. വീട്ടുനികുതിയും കെട്ടിട നികുതിയും കുത്തനെ കൂട്ടി. വൈദ്യുതി നിരക്ക് നിരവധി തവണ വർദ്ധിപ്പിച്ചു. മിന്നൽ മാജിക് എന്ന പേരിൽ പുതിയ മദ്യമിറക്കി കേരളീയരുടെ കുടുംബജീവിതം സർക്കാർ തകർത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. ജനപ്രിയമായിട്ടുള്ള ഒരു ഐറ്റം നിങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ മയക്കുമരുന്ന് നടപടിയെടുക്കാൻ ഈ കേരളത്തിലെ ഇരട്ടത്തരമുള്ള മുഖ്യമന്ത്രി കഴിയില്ലേ? നമ്മുടെ അതിർത്തി അടക്കം കഴിയില്ലേ? പരിശോധിക്കാൻ കഴിയില്ലേ? ഇവിടെ ഒരു മയക്കുമരുന്ന് വിപണനത്തിനുള്ള പോലീസ് സന്നാഹങ്ങളില്ലേ? എക്സൈസ് സംവിധാനങ്ങളില്ലേ? ഫോറസ്റ്റുകാർ ഉൾപ്പെടെ കാട്ടിൽ ഇത് തഴച്ചു വളരുമ്പോ പിടിക്കാനും കഴിയില്ലേ? നമ്മുടെ സമൂഹത്തെ കാണുന്ന തിന്നുന്ന ഏറ്റവും മാരകമായ വിപത്തായി ജനങ്ങൾ തമ്മിലടിക്കുന്ന, വീട്ടുകാർ തമ്മിലടിക്കുന്ന, എല്ലാവരുടെയും സ്വന്തത കളഞ്ഞ അടുത്ത തലമുറയെ ഇല്ലാതാക്കുന്ന ഏറ്റവും മാരകമായ വിഷം ഈ കേരളം മുഴുവൻ പരത്തല്ലേ? മുഖ്യ മൂലയിൽ കിട്ടല്ലേ? പെട്ടിക്കടകളിൽ കിട്ടല്ലേ? UDF നിയോജക മണ്ഡലം ചെയർമാൻ RV അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, മുൻ മന്ത്രി PKK ബാവ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറിമാരായ O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, KV ഷാനവാസ്, AS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി NK അക്ബറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ ഹെഡ് ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CATU ചാവക്കാട് ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു. ഗുരുവായൂർ നഗരസഭ വായനശാല ഹാളിൽ നടന്ന കുടുംബസംഗമം CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MK സജീവൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് KA ഷമീർ, ഏരിയ സെക്രട്ടറി KS മനോജ്, ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണി വാറനാട്ട്, CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം RV ഇക്ബാൽ, സുശീലൻ മംഗലാംകുന്ന്, KC അനിൽ, ജെയിംസ് ആളൂർ, MA ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് തിരുവത്രയിൽ LDF സ്ഥാനാർത്ഥി NK അക്ബറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ. തിരുവത്ര ചെങ്കോട്ട നഗറിലും ആനത്തലമുക്കിലും സ്ഥാപിച്ച 5-ലധികം പ്രചരണ ബോർഡുകളാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ CPM നേതാക്കൾ ചാവക്കാട് പോലീസിൽ പരാതി നൽകി. കേച്ചേരിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം ആനയെ കൊണ്ടുപോയിരുന്ന ലോറിയും കാറും കൂട്ടിയിടിച്ചു പരിക്ക്. കാർ യാത്രികരായ 4 പേർക്കാണ് പരിക്കേറ്റത്. പാലക്കാട് കുമരനെല്ലൂർ സ്വദേശികളായ വരമ്പനകത്ത് വീട്ടിൽ കറപ്പൻ മകൻ വിപിൻ, തൈവളപ്പിൽ വീട്ടിൽ ചന്ദ്രൻ മകൻ അനീഷ്, തൃത്താല ആലൂർ സ്വദേശികളായ ചക്കിക്കാവിൽ വീട്ടിൽ ചന്ദ്രൻ മകൻ മണികണ്ഠൻ, കുണ്ടിൽ ചിറ്റപ്പുറത്ത് വീട്ടിൽ ഹരിദാസൻ മകൻ അനൂപ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റ 4 പേരെയും കേച്ചേരി എക്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 1:15 അപകടം. പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മാർച്ച് 31 നടത്താൻ ഉദ്ദേശിച്ച വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് അനുമതി നിരസിച്ചു. പോലീസ്, ഫയർ, റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിനെ തുടർന്നാണ് നടപടി. അഗ്നിശമന വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പര്യാപ്തമായ 7 മീറ്റർ വഴിയില്ലാത്തതിനാൽ അപകടമില്ലാത്ത വിധം വെടിക്കെട്ട് പ്രദർശനം നടത്തുന്നതിനുള്ള ഭൗതിക സാഹചര്യമില്ലെന്ന കണ്ടെത്തലാണ് വെടിക്കെട്ട് നിരസിച്ചത്. പൊതുജന സുരക്ഷ മുൻനിർത്തിയാണ് വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് അനുമതി നിരസിച്ചതെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. തൃപ്രയാറിൽ ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ വൻതോതിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയിരുന്ന യുവതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചിറയത്ത് വീട്ടിൽ ശ്രീലക്ഷ്മിയാണ് അറസ്റ്റിലായത്.
ഇവരിൽ നിന്ന് 2.270 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. കൂടാതെ മയക്കുമരുന്ന് വിൽപ്പന നടത്തി അനധികൃതമായി സമ്പാദിച്ച 90,500 രൂപയും ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്താനായി ഉപയോഗിക്കുന്ന 50 ഒഴിഞ്ഞ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പിടിച്ചെടുത്തു. കരയാമുട്ടം സൊസൈറ്റിക്ക് സമീപമുള്ള വാടക വീട്ടിൽ വെച്ചാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും വലപ്പാട് പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായി ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ലഹരിയുടെ ഉറവിടം കണ്ടെത്തിയത്. പോലീസ് എക്സൈസ് പരിശോധനകൾ ഒഴിവാക്കാൻ അതീവ ജാഗ്രതയോടെയായിരുന്നു ഇവരുടെ ഇടപാടുകൾ. ഇവരുടെ വിശ്വസ്തരായ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഇവർ ലഹരിമരുന്ന് കൈമാറിയിരുന്നത്. യുവതിക്ക് മയക്കുമരുന്ന് എത്തിച്ച് നൽകിയ ആളെക്കുറിച്ചുള്ള നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. പൈതൃകം ഗുരുവായൂരും ചിറയൻകീഴ് G. ഗംഗാധരൻ നായർ സ്മാരക സമിതിയും സംയുക്തമായി വെള്ളിയാഴ്ച ഗുരുവായൂരിൽ ലോക നാടക ദിനം ആചരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5-ന് രുക്മിണി റിജൻസിൽ കലാനിരൂപകൻ E. ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നടൻ ശിവജി ഗുരുവായൂരിനെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് തിരുവനന്തപുരം രംഗപ്രഭാത് ചിൽഡ്രൻസ് തിയേറ്ററിന്റെ ആൽഫി 12 മിസ്സിംഗ് എന്ന നാടകം അരങ്ങേറും. കുട്ടികൾ രചനയും അവതരണവും നിർവഹിച്ച് കുട്ടികൾ മാത്രം അഭിനയിക്കുന്ന 1.5 മണിക്കൂർ നീളുന്ന നാടകമാണിത്. സമിതി ചെയർപേഴ്സൺ കാഞ്ചന G. നായർ, പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഡോക്ടർ KB പ്രഭാകരൻ, രവീന്ദ്രൻ വട്ടരങ്ങത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മലമൂത്ര വിസർജനത്തിനെതിരെ മീം പോസ്റ്ററുകൾ. കുന്നംകുളം നഗരസഭയുടെ ബോധവൽക്കരണ രീതി ശ്രദ്ധേയമായി. സ്വച്ഛ് സർവേക്ഷൺ 2025ന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയിൽ പൊതുശുചിത്വം ഉറപ്പാക്കുന്നതിനായി വ്യത്യസ്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നു. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പൊതുസ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനത്തിനെതിരെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ സിനിമാ പോസ്റ്റർ മാതൃകയിലുള്ള മീംസ് സ്ഥാപിച്ചതാണ് ശ്രദ്ധേയമാകുന്നത്. ഇവിടെ മൂത്രമൊഴിക്കരുത്, ചപ്പുചവറുകൾ ഇവിടെ ഇടരുത്, മലമൂത്ര വിസർജനമുണ്ടാകരുത് എന്നീ മുന്നറിയിപ്പ് ബോർഡുകൾ നിലവിലുണ്ടായിട്ടും അവ അവഗണിക്കുന്ന പ്രവണത തുടരുന്ന സാഹചര്യത്തിലാണ് നഗരസഭയുടെ ഈ പുതുമയാർന്ന ഇടപെടൽ. പൊതുസ്ഥലങ്ങളുടെ ശുചിത്വം കാത്തുസൂക്ഷിക്കുക ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണെന്ന സന്ദേശം കൂടുതൽ ശക്തമായി സമൂഹത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമം. സാമൂഹിക ലജ്ജയിലൂടെ ബോധവൽക്കരണം സൃഷ്ടിക്കുന്ന ഈ മീം ക്യാമ്പയിൻ നഗരവാസികളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. യുവജനങ്ങൾ ഉൾപ്പെടെ വിവിധ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഈ പോസ്റ്ററുകൾ ചർച്ചയായതോടെ ശുചിത്വ വിഷയങ്ങളിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭ. പൊതു ഇടങ്ങൾ മലിനമാക്കുന്ന പ്രവണതയ്ക്ക് വിരാമമിടാൻ ബോധവൽക്കരണത്തിനൊപ്പം നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരം ബോധവൽക്കരണ നടപടികൾക്ക് ശേഷവും പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും പിഴ ഈടാക്കുമെന്നും നഗരസഭാ സെക്രട്ടറി വ്യക്തമാക്കി. നഗരത്തിന്റെ ശുചിത്വവും പൊതു ആരോഗ്യവും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് നഗരസഭ മുന്നോട്ടു പോകുന്നത്. കേച്ചേരി പെരുമണ്ണ് പിഷാരിക്കൽ ശ്രീ കാർത്തിനി ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി പുത്തിലത്ത് വാസുദേവൻ എമ്പ്രാന്തിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള വിശേഷാൽ പൂജകൾ നടന്നു. രാവിലെ 11:30 മുതൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി ഒരുക്കിയ പ്രസാദഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന എന്നിവയും തുടർന്ന് മായാദേവി ബ്രാഹ്മണിയമ്മയുടെ ബ്രാഹ്മണിപ്പാട്ടും ഭക്തജനങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ചരമം. തയ്യൂർ പരേതനായ അറക്കൽ ഔസേപ്പ് മകൻ തോമസ് നിര്യാതനായി 78 വയസ്സായിരുന്നു. സംസ്കാരം തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ക്ലാര ഭാര്യയും മാഗി, മിനി, മിജി എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി ഹൈസ്കൂൾ റോഡിൽ താമസിക്കുന്ന കൊള്ളന്നൂർ പരേതനായ കൊച്ചു കുഞ്ഞൻ മകൻ സോമൻ നിര്യാതനായി 46 വയസ്സായിരുന്നു. വടകര കോപ്പറേറ്റീവ് എഞ്ചിനീയറിംഗ് കോളേജിലെ ലാബ് ടെക്നീഷ്യനായിരുന്നു. പെങ്ങാമുക്ക് സ്കൂൾ റിട്ടയർഡ് അധ്യാപിക മേരി മാതാവും പഴഞ്ഞി മാർത്തോമ LP സ്കൂൾ അധ്യാപിക അജി ഭാര്യയുമാണ്. ഇമ്മാനുവൽ മകനാണ്. സംസ്കാരം ബുധനാഴ്ച നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.